Shri O. Rajgopalaji, our MLA and former minister, our very senior leader, Kummanam Rajshekharanji, our former president, Shri C.K. Padmanabhanji, former state president, Shri K.V. Sridharanji, former state president, Ashwath Narayanji, the deputy chief minister of Karnataka, Abdullah Kuttiji, the national vice president, and Shri George Jacob Thomas ji, who has recently joined the party, and my dear friends who have gathered here in large number at Thrissur, and we see the enthusiasm which we find in this public meeting, and my friends from the media, electronic media and print media. First of all, I would like to thank the people here who have come in such large number, a huge gathering, a colorful gathering. And also, I remember that in 2016, I had the opportunity in Vidhan Sabha election to come and address here in this very ground. The number and the enthusiasm which I find the difference. There is a sea change from 2016 to 2021, which I can see from this colorful meeting. I would also request the media persons to take a photograph of this colorful gathering, which is here present. And it shows that the people of Kerala have decided that in coming times they are going to show the change in the polity of Kerala. That is what I would like to say. കേരളത്തിന്റെ ചെറുപ്പക്കാരനും ഊർജ്ജസ്വലനുമായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ, കേരള സംസ്ഥാന ബിജെപിയുടെ പ്രഭാരിയായിട്ടുള്ള എം പി ശ്രീ സി പി രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ സഹപ്രഭാരിയായിട്ടുള്ള ശ്രീ വി സുനിൽകുമാർ MLA, ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ സി കെ പത്മനാഭൻ, ശ്രീ കെ വി ശ്രീധരൻ മാസ്റ്റർ, കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ അശ്വത് നാരായണൻ, ശ്രീ അബ്ദുള്ള കുട്ടി, ഇന്ന് പാർട്ടിയിൽ ചേർന്ന ബഹുമാന്യനായിട്ടുള്ള ജേക്കബ് തോമസ്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ജനമഹാസമുദ്രം തന്നെ ഇവിടെ തടിച്ചുകൂടിയില്, ഇത്രമാത്രം ജനങ്ങള് ഇവിടെ തടിച്ചുകൂടിയതില് ഞാൻ എന്റെ സന്തോഷവും അതുപോലെ തന്നെ ഞാൻ എന്റെ നന്ദിയും അറിയിക്കുകയാണ്. ആ ആവേശം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇത്രമാത്രം ഈ കളർഫുള്ളായിട്ടുള്ള ഒരു ജനസഞ്ചയം, അത് മാറ്റമാണ് ഇവിടെ വിളിച്ചോതുന്നത്. 2016 അസംബ്ലി ഇലക്ഷനില് ഞാൻ ഇവിടെ ഇതേ മൈതാനത്ത് ഞാൻ വന്നിട്ടുണ്ട്. അന്നത്തെയും ഇന്നത്തെയും മാറ്റം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തില് വരാൻ പോകുന്ന മാറ്റത്തിന്റെ ദർശനമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ ജനസമുദ്രത്തിന്റെ കളർഫുള്ളായിട്ടുള്ള ഈ മഹാജന സമുദ്രത്തിന്റെ ഫോട്ടോ നിങ്ങൾ എടുക്കണമെന്ന്. വരാൻ പോകുന്ന ഇലക്ഷനില് കേരളത്തിലെ ജനങ്ങള് എങ്ങനെ ഈ രാഷ്ട്രീയ മാറ്റം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Friends, when I come to Kerala, which is God's own country, I pay my respects to Padmanabha Swami Temple, to Lord Ayyappa and Sabrimala Temple. I also pay my respects and I naman to Adi Shankaracharya, to Narayan Guru, and also the anciently Thrissur land, which is also known as
Kailash of South India, the cultural capital of Kerala, the city which has the name of Lord Shiva, and the city where the veneration of Lord Krishna, the Guruvayur temple. I pray my respects to all the gods and take energy, take strength from them for the welfare of the people of Kerala at large and the people of the country. Thrissur Puram, the festival which is celebrated in the month of April-May, an annual Hindu festival, certainly it gives an inspiration and it represents the ethos and the Indian culture. തീർച്ചയായിട്ടും ഈ കേരളത്തിൽ വരുന്ന അവസരത്തില് ദൈവത്തിന്റെ സ്വന്തം നാട്ടില് വരുന്ന അവസരത്തിൽ ഞാൻ ആദ്യമായിട്ട് പോയത് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടുത്തെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഞാൻ അയ്യപ്പനെ നമിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രത്തെ നമിച്ചുകൊണ്ട് അതുപോലെ ആദിശങ്കരന്റെ പുണ്യഭൂമിയെ നമിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഈ നാടിനെ നമിച്ചുകൊണ്ട് ഈ തൃശൂർ എന്ന് പറയുന്നത് കൈലാസമാണ്, സൗത്ത് ഇന്ത്യയിലെ കൈലാസമാണ്. തീർച്ചയായിട്ടും ഈ ശിവന്റെ സാന്നിധ്യം, ആ ശിവഭഗവാന്റെ സാന്നിധ്യം ഈ ജനങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണന്റെ ആ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ദൈവങ്ങളുടെ എല്ലാം അനുഗ്രഹം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. തൃശൂർ പൂരം തീർച്ചയായിട്ടും ലോക പ്രസിദ്ധമായിട്ടുള്ള പൂരമാണ്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ആ പൂരം സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള ഈ തൃശൂരില് തീർച്ചയായിട്ടും നമ്മുടെ സാംസ്കാരിക പെരുമ വിളിച്ചുകൂടുന്ന ഈ ഭൂമിയില് നിന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. Friends, when I come to Kerala, I want to share with you that as far as the NDA government is concerned, led by our Honorable Dynamic Prime Minister Shri Narendra Modi ji, special attention and focus has been given to Kerala. And this I am not speaking just for the sake of speaking. I am here in Thrissur. The dream of Digital India, the first district became the Digital India, the first district of digital was Thrissur. That is what we have to understand. If I talk about the development part, 3,000 crore rupees have been spent for 450 kilometers long natural gas pipeline from Kerala's Kochi to Mangaluru. One nation, one grid. That also started from the land of Kerala, which we would like to understand. If I talk about in the field of petroleum, 16,000 crore rupees have been spent for the Bharat Petroleum Corporation refinery expansion complex in Kochi. That is, all the petroleum developments also started from Kerala, that we have to understand. If I talk about the infrastructure, I have been visiting Kerala from time to time. Now I see what change it has brought as far as national highway is concerned. And I can further assure you that foundation stone has been laid down for 6 mega projects and 12,000 crore rupees are being spent, for which the foundation stone was laid on 13th of October. The Thalpadi 6-laning, the Changla 6-laning, the Nileshwaram 6-laning, the Thalli Peramba 6-laning, the Paloli Palam 6-laning, the Kozhikode bypass, the high-level bridge construction at Cheruthani River. All this has been undertaken under the dynamic leadership of Prime Minister Modi, and 12,000 crore rupees are being spent on this. If I talk about the plans to upgrade the connectivity of Bharatmala and the Sagarmala scheme, 119 kilometers port roads are being constructed. If I talk about the Mumbai-Kanyakumari economic corridor, nobody had thought about it. Now you will be having a Kanyakumari-Mumbai connectivity economic corridor worth 50,000 crore rupees are going to be spent for that.
That means, under the dynamic leadership of Prime Minister Modi, mainstreaming is being done. That is what we have to understand. സുഹൃത്തുക്കളെ, കേരളത്തില് വരുന്ന അവസരത്തില് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ സർക്കാർ കേരളത്തിന് പ്രത്യേക പരിഗണനയാണ്, പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നതെന്ന് പറയുവാൻ ആഗ്രഹമുണ്ട്. സന്തോഷത്തോടു കൂടി ഞാൻ പറയുന്നു, ഇന്ത്യയില് ആദ്യമായിട്ടുള്ള ഡിജിറ്റൽ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഈ തൃശൂർ ജില്ലയായിരുന്നു എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ പരിഗണനയുടെ ഒരു ലക്ഷണമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഏതാണ്ട് 3000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 450 കിലോമീറ്റർ ദൂരത്തിലെ കൊച്ചിയിൽ നിന്നും ആ മംഗലാപുരത്തേക്കുള്ള ഗ്യാസ് ലൈൻ ഇട്ടത്. അങ്ങനെ കേരളത്തിന്റെ പെട്രോളിയം രംഗത്തുള്ള വികസനത്തിന്റെ എല്ലാം തുടക്കം ഇവിടെ നിന്നാണ്. അതുപോലെ നമുക്ക് പറയുവാൻ സാധിക്കും 16,000 കോടി രൂപയുടെ ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ആ കൊച്ചിയിലെ വികസനം ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. അതുപോലെ അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിലോ പറയുവാൻ സാധിക്കുന്നത്, വർഷങ്ങളായിട്ട് ഞാൻ ഈ കേരളത്തിൽ വരുന്നതാണ്. ഈ കേരളത്തിന്റെ മാറ്റം ഇപ്പൊ വരുന്ന അവസരത്തില് ദേശീയ പാതയിൽ ഉണ്ടാകുന്ന മാറ്റം 6 ലൈൻ പാതകളാണ് അനേകം സ്ഥലങ്ങളില്. ആ പാളയത്തും കോഴിക്കോടും അതുപോലെ തന്നെ ചെറുതോണി ബ്രിഡ്ജിന്റെ മുകളിലുള്ള ആ ഹൈ ബ്രിഡ്ജും എല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 12,000 കോടി രൂപ മുടക്കിക്കൊണ്ടതേ രീതിയിൽ സാഗർമാലയുടെ ഇവിടത്തെ തുറമുഖങ്ങളുടെ വികസനം നമ്മൾ കാണുകയാണ്. ഈ മുംബൈയിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ആ എക്കണോമിക് സോൺ, അത് ആരും പ്രതീക്ഷിക്കാത്തതാണ്. 50,000 കോടി രൂപയാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇതാണ് ഈ നമ്മുടെ അടിസ്ഥാന വികസനത്തിന്റെ പന്താവ് എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക. You see, friends, how leaders make a difference. When you bring the right person at the right place, the difference takes place. And when you put the wrong person, the difference is something which is very detrimental to the society. If I talk about the 13th Finance Commission, Kerala got only 45,000 crore rupees. When Prime Minister Modi came and the 14th Finance Commission recommendation came, Kerala got 2 lakh crore rupees for the development in the next 5 years. If I talk about this Cochin shipyard, 3,400 crore rupees were sanctioned and were provided. If I talk about the Thiruvananthapuram and Kochi, both have got now the status of solar cities. If I talk about, there are 17 cities which are linked with Amrit Nagar, and there are 17 food parks which are coming up in this land of God's own country, that is Kerala. If I talk about the schemes, Jan Dhan Yojana, Prime Minister Mrs. Indira Gandhi had said in 1971 that when banks will be nationalized, the poor people will get the advantage of it. It was said in 71 and 72, and you will be astonished that after 2014, before 2014, only less than 3 crore people had the bank accounts. But when Prime Minister Modi became the Prime Minister, he offered that you should open the Jan Dhan account, and the account should be opened with zero. Do not put any money, but just open an account. And you will be happy to note that now Jan Dhan account has got 40 crore accounts in there, and that is the difference which has been made. And you will be happy to note that during COVID times, Prime Minister Modi transferred 500 rupees for 3 months during the lockdown period to 20 crore women, and women empowerment was done, and it was directly dispersed through this Jan Dhan Yojana. You should understand how now the digital India is working. There was no postman, there was no post office. Everything was
And here in Kerala, I am happy to say that in 40 crores, approximately 47 lakh Kerala people got the account and it was transferred to their account. That is what we have to understand. If I talk about gas connections, 8 crore gas connections were given and 2.5 beneficiaries are the women from Kerala. That is what we have to understand. This is the empowerment of Kerala women. 2.5 lakh getting the gas connections. If I talk about the LED bulbs being distributed, 36 crores were distributed throughout the country. And 1 crore 54 lakhs was distributed in Kerala. If I talk about Swachh Bharat Mission, 11 crore toilets were made throughout the country. And 2 lakh households toilet were made in Kerala, and now Kerala is ODF free, open defecation free. That is what we have to understand. When I say 2 lakh toilets, that means that before 2014 there were families where 2 lakh families did not have toilets. That toilet was provided. And I am happy to share that in Pradhan Mantri Kisan Samman Nidhi, when 11 crore people, the farmers are benefited. In Kerala, 37 lakh farmers are benefited and they have got 6,000 rupees per year for the Pradhan Mantri Kisan Samman Nidhi. If I talk about Ayushman Bharat, it is the world's largest health coverage program. And in that world's largest program, 50 crore people, 40% of the Indian population, which means whole of America's population, whole of Canada's population, and whole of Mexico population, all together is India's Ayushman Bharat. That is what we have to understand. And 5 lakh rupees annual health coverage is given to 50 crore people. More than 1.5 crore people have benefited. More than 17,000 crore rupees have been spent. And who are these people? Poor people. The rickshaw chalak, the auto driver, the taxi driver, the maid servant, the rag picker, the driver, all common man, they are getting now, 50 crore people are getting 5 lakh health coverage annually. ഈ കേരളത്തിൽ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നേതാക്കന്മാരുടെ ഗുണങ്ങളെ പറ്റിയാണ്. നല്ല നേതാക്കന്മാരെ നല്ല സ്ഥലങ്ങളിൽ ഇരുത്തി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടാകും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 13ാം ധനകാര്യ കമ്മീഷൻ ഏതാണ്ട് 4500 കോടി മാത്രമാണ് കേരളത്തിന് വേണ്ടി നീക്കിവെച്ചതെങ്കിൽ 14ാം ധനകാര്യ കമ്മീഷൻ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള 14ാം ധനകാര്യ കമ്മീഷൻ 2 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചത്. അതുപോലെ തന്നെ കൊച്ചിയിലെ ഷിപ്പ്യാർഡിന് വേണ്ടി 3400 കോടി രൂപയാണ് മാറ്റിവെച്ചത്. 17 നമ്മുടെ പട്ടണങ്ങള് അമൃത് പദ്ധതിയുടെ കീഴിൽ വന്നു. ഈ കൊച്ചു കേരളത്തില് 17 ഫുഡ് പാർക്കുകളാണ് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഈ കേരളത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയുവാൻ സാധിക്കും, സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യം 1971-72 കാലഘട്ടത്തില് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു, ബാങ്കുകള് ദേശസാൽക്കരിക്കുവാൻ പോകുകയാണ്, വലിയ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞു, ജനങ്ങൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് സംഭവിച്ചത്? 2014 വരെയും ഏതാണ്ട് 3 കോടി ജനങ്ങൾക്ക് മാത്രമേ ഈ ഭാരതത്തില് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ നാട്ടിലെ എല്ലാവർക്കും സൗജന്യമായിട്ട് ബാങ്ക് അക്കൗണ്ട്, മാത്രമല്ല സീറോ ബാലൻസില് എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? 40 കോടി ജനങ്ങൾക്ക് ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതാണ് മാറ്റം എന്ന് പറയുന്നത്. ആ കോവിഡിന്റെ കാലഘട്ടത്തില് 500 രൂപ വെച്ച്
പട്ടിണി പാവങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക് നരേന്ദ്രമോദിയുടെ സർക്കാർ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് 3 മാസ കാലഘട്ടം 500 രൂപ വെച്ച് 1500 രൂപ അയച്ചില്ലേ? പോസ്റ്റ് ഓഫീസ് ഇല്ലായിരുന്നു, പോസ്റ്റ്മാൻ ഇല്ലായിരുന്നു, എല്ലാം ലോക്കൌട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തില് ഡിജിറ്റൽ ഇന്ത്യയുടെ നേട്ടത്തിലൂടെ ആ സ്ത്രീകൾക്ക്, പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുവാൻ സാധിച്ചു. അതിനെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള മാറ്റമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഉജ്ജ്വല യോജനയുടെ അടിസ്ഥാനത്തില് ഇന്ത്യയിൽ മുഴുവൻ പുകയൂതുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി 8 കോടി കണക്ഷനാണ് കൊടുത്തത്. ഈ കേരളത്തിന്റെ മണ്ണില് ഏതാണ്ട് 2.5 ലക്ഷം കണക്ഷനാണ് ഉജ്ജ്വല യോജനയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തത്. ഇതിനെയാണ് യഥാർത്ഥത്തിലുള്ള സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. LED ബൾബുകളില്ലേ, ഏതാണ്ട് 36 കോടി ബൾബുകളാണ് കൊടുത്തത് ഇന്ത്യയിൽ മുഴുവൻ. ഈ കേരളത്തില് 1.54 കോടി ബൾബുകള് കൊടുക്കുകയുണ്ടായി. സ്വച്ഛ ഭാരത് വന്ന അവസരത്തില് ഏതാണ്ട് 11 കോടി ടോയ്ലറ്റുകളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത്. ഈ കേരളത്തിൽ നിങ്ങൾക്കറിയുമോ, ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 2 ലക്ഷം വീടുകളിലാണ് ഈ രീതിയിലുള്ള ടോയ്ലറ്റുകൾ കൊടുത്തത്. എന്ന് പുറത്തിറങ്ങുന്ന ആ സംസ്ഥാനങ്ങളിൽ അതിന് മുക്തമായിട്ടുള്ള, പുറത്ത് വെളിക്കിറങ്ങുന്ന സംസ്ഥാനമല്ല കേരളം, അതിൽ നിന്ന് മുക്തമായിരിക്കുന്നു. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ 2014 മുമ്പ് ഈ കേരളത്തില് 2 ലക്ഷം പട്ടിണി പാവങ്ങൾക്ക് അവർക്ക് ടോയ്ലറ്റ് ഇല്ലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ഏതാണ്ട് 11 കോടി ജനങ്ങൾക്കാണ് ഇന്ത്യയില് കൊടുത്തത്. 6000 രൂപ വെച്ച് ഒരു വർഷം കേരളത്തിൽ 37 ലക്ഷം ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത്, പട്ടിണി പാവങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുവാൻ അവർക്ക് നിവൃത്തിയില്ലാത്തപ്പോഴ് നരേന്ദ്രമോദി ആ ആയുഷ്മാൻ പദ്ധതിയുമായിട്ട് വന്നു. ഏതാണ്ട് 50 കോടി ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനസംഖ്യയില് 40% ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിന്റെ അടിസ്ഥാനത്തില് കിട്ടുകയാണ്. 50 കോടി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അമേരിക്കയിലെ മുഴുവൻ ജനസംഖ്യ, കാനഡയിലെ മുഴുവൻ ജനസംഖ്യ, മെക്സിക്കോയിലെ മുഴുവൻ ജനസംഖ്യ, അത് കൂട്ടുന്ന അത്രയും ജനത്തിനാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കൊടുക്കുന്നത് 5 ലക്ഷം രൂപ. ഒരു വർഷം 5 ലക്ഷം രൂപ കൊടുക്കുകയാണ്. അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആ അനേകം പദ്ധതികള് 70,000 കോടി രൂപയാണ് ഈ കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ ലോകം മുഴുവൻ ആദരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന പദ്ധതികളുമായിട്ടാണ്, പാവപ്പെട്ടവരുടെ പദ്ധതികളുമായിട്ടാണ് നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നത്. Friends, how leaders make a difference? How do they think? And what difference it makes? We have to understand. Now 2 incidents took place in Kerala. One incident was, it was very tragic incident. The tragedy was in Sabrimala temple, a stampede took place. The leaders from Delhi did not come. The Prime Minister, then Prime Minister did not have the time to come. But the another incident took place, it was a tragic incident. In Puttingal, in Kollam district, a fire broke out at night. And I remember some 400 people had to face the wrath of it, and it was a very tragic incident. You will be remembering that Prime Minister Modi, within 3 hours, he was in Puttingal and he was in Trivandrum Hospital. And I, being the health minister, was within 3 hours very much present in Puttingal. And he deputed me for 1 week, along with the team of doctors from All India Institute of Medical Sciences, because I was the health minister. And I stayed in Trivandrum and personally looked after the patients there. You see, we could not have reverted the incident.
But it is the human angle. It is Prime Minister's human angle which we have to understand. We remember Father Tom, how he was rescued from Yemen. We remember Father Alex, how he was brought from Afghanistan. We remember 46 nurses from Kerala, how personally Prime Minister Modi took the initiative and they were rescued from ISIS captured area of Iraq and they were brought back safe to the land of Kerala. That is what I would like to say. This all says that leader makes a difference. And this is how, when we talk about Kerala, I always say that we do not look in terms of vote. We look in terms of service. We look in terms of helping the people. We look in terms of our duty. And maybe Kerala, we have our government or we do not have our government. But still, always Prime Minister Modi's concern has been for the welfare of the people of Kerala. That is what I would like to share. Recently the budget has come. You will be happy to note that in health sector, the budget has been increased by 137%. 64,000 crore rupees have been additionally given only for the preventive health care and for the rural health care. If I talk about COVID management, 35,000 crore rupees have been allocated. If I talk about the outlay, 1.18 lakh crores outlay has been given for roads and communication. And also 1,000 crore rupees for the welfare of the tea garden people, that has been also been taken care. The same way, the priority has been drinking clean water, and for that also 2,87,000 crore rupees have been allocated. And when I talk about Kerala, 65,000 crore rupees have been kept for 1,100 kilometer national highway in Kerala. That is what I would like to share. 600 kilometer section of the Mumbai-Kanyakumari, which I said earlier. May it be Chandi, may it be Chintala, all have brought bad name to Kerala state. It's full of corruption. Full of corruption. The whole state machinery is deep into corruption. Rampant corruption is going on. One chief minister has got love and affection for gold. The other chief minister delivered and derived energy from solar. Both of them, their passion, one had a passion for solar energy and the another has got passion as well as liking for gold. I'm sorry to say, it has given a very bad name to the state. And the common thing is that in both the corruption and scam and scandals, the shadow of women is there. The shadow of women is there. It's not only corruption of money. It is more than that. Few names have come up, few names have not come up. Vijayan said that he wants central agencies to come. And when the investigation and the heat reached the CM office, he said that witch hunting is going on. What is this going on? In both places, near and dears are involved. Sex scandal is taking place. And I am sorry to say that after 5 years, Congress did not get any other leader. The same person, Chandi, is again the leader. That is what we have to understand. They are the two sides of the same coin. Both are corrupt. Both are involved in scandals. May it be K-phone scandal, may it be EN mobility scandal, may it be KII, FBI scandal, gold smuggling scandal. And if I talk about UDF, may it be scandal of related to solar. And there was one bridge, and about that bridge also I would like to speak.
that the two Kerala ministers, Mr. K.M. Shaji and Ibrahim Kunju of IUML in UDF government, they were also connected to the Palar Vittam bridge construction. So it is all hand in glove. The Speaker of the present Vidhan Sabha, Sri Ramakrishnan, is also involved, and the constitutional posts are being jeopardized and are being brought to disgrace. All this has to be understood. And not only that, by passing a resolution against the Comptroller and Auditor General, the present government is trying to attack the constitutional authorities of the state. They are trying to attack the constitutional authority of the state. This speaks volume about what is happening in LDF and UDF. Both are brothers. And understand one thing, in this ensuing elections, both will fight each other in Kerala. And at the same time in West Bengal, Congress and CPM will go hand in hand to fight Bharatiya Janata Party. It is a bankruptcy of ideology. It's an ideological bankruptcy. They don't have any ideology. There is only one ideology, that is power, to get power. Hungry for power. There is no ideology. Here they are fighting each other. They will be fighting each other. And remember, when it comes to Bharatiya Janata Party, when it comes to Kamalam, there will be a fixed match. Both will join hands to see that Bharatiya Janata Party loses. But I must assure you, I find that there is a change in the people of Kerala. They are going to see to it that they are brought down and BJP is brought ahead, and we will be successful. That is what I'd like to share with you. This is the plight of Kerala. Friends, time has come when they should be removed lock, stock and barrel. They should be out. And time has come when people of Kerala should give their Ashirvadam to Kamalam, to Bharatiya Janata Party in coming times. That is what I would like to share. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ പിണറായി സർക്കാർ എന്ന് പറയുന്നത് പ്രവർത്തിക്കാത്ത സർക്കാരാണ്, കഴിവില്ലാത്ത സർക്കാരാണ്. നിങ്ങൾക്കറിയാം, ഈ കേരളത്തിലെ സ്ത്രീ പീഡനത്തിന്റെ കഥകള് അത് നിങ്ങൾക്കറിയാം, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദളിതരുടെ പീഡനം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ക്രമസമാധാന രംഗത്തെ തകർച്ച, പോലീസിന്റെ അതിക്രമങ്ങള് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോവിഡിന്റെ കാര്യത്തില് എന്തായിരുന്നു ഇവർ പറഞ്ഞത്? കേരളത്തിന്റെ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയായിരുന്നു. കേരളത്തെ പോലെ പ്രവർത്തിക്കണമെന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രധാനമന്ത്രി ഈ കോവിഡിനെ നേരിടുന്നതിന് വേണ്ടി അടിസ്ഥാന രംഗത്ത് മാറ്റം വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില് ഇവിടെ മാതൃകയെന്നാണ് പറഞ്ഞത്. ഇന്ന് ഭാരതത്തിലെ 50% രോഗികള് അത് ഈ കേരളത്തിലാണ്. പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് എക്കാലത്തെയും എല്ലാ രാജ്യങ്ങളെ കഴിഞ്ഞും 12% വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കാര്യക്ഷമമായിട്ട് കോവിഡിനെ നേരിട്ട രാജ്യമാണ്. ഏറ്റവും രോഗത്തെ നിയന്ത്രിച്ച രാജ്യം, ഏറ്റവും മരണം കുറഞ്ഞ രാജ്യം, ഏറ്റവും കുറച്ച് സംഭവങ്ങൾ ഉണ്ടായ രാജ്യം. ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് ഇവിടെ കോവിഡിന്റെ എണ്ണം കൂടുവാൻ ഇവിടുത്തെ ജനസംഖ്യയുടെ ഡെൻസിറ്റിയുടെ കൂടുതലാണെന്നാണ് പറയുന്നത്. എന്തൊരു ആരോഗ്യമന്ത്രിയാണ് എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നിപ്പയുടെ കാലഘട്ടത്തിൽ ജനങ്ങള് പേടിച്ചിരുന്ന കാലഘട്ടത്തില് അന്ന് കേന്ദ്രത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഞാൻ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് സഹായിച്ചുകൊണ്ട് 2500 കോടി രൂപ ആ സമയത്ത് കേന്ദ്രം കൊടുക്കുകയുണ്ടായി. അതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇതേപോലെയുള്ള ഒരു സർക്കാരിനെ മാറ്റേണ്ടിയിരിക്കുന്നു. കേരളത്തിലേക്ക് മാറ്റത്തിന്റേതായിട്ടുള്ള തരംഗം വരേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ആശീർവാദം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താമരയ്ക്ക് വേണ്ടി
ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. Friends, in the end, I would like to expose the Congress, the ideologically bankrupt party. The Congress party has backstabbed the devotees of Ayyappa. We all know that at the time of the agitation, it was the Bharatiya Janata Party workers who were fighting day in and day out. And it was BJP who was having a consistent stand. At that point of time, Congress was silent. Not even a word was said. Rahul Gandhi till date has not spoken even one word on Sabrimala. But now when the elections have come, they say that they will bring a resolution, an ordinance to see to it that the Ayyappa issue is settled. Friends, beware of them. These are all crocodile tears. हमारे यहाँ हिंदी में कहा जाता है हाथी के दांत दिखाने के और होते हैं, खाने के और होते हैं. दिखाने के लिए दूसरे वाला है और खाने के लिए अय्यप्पा के बारे में गलत धारणा देकर के वोट लेने का योजना है. इसको हमको समझना पड़ेगा. And for that I would like to say that it is only Bharatiya Janata Party whose stand is clear and consistent, which we have to understand. So I would request in the end, both LDF and UDF, both are corrupt, both are non-performing, both are involved deep in corruption and rampant corruption is there. They have got no vision. Ideologically they have become bankrupt. They are there only to share power. They are only to grab power. Time has come when the Kerala people will have to decide. And my request is, give them rest and give work to us so that we take care of the people of Kerala. And in consonance with what Prime Minister Modi is doing, we like to see to it that that is being transferred and it is translated on the land, God's own country, Kerala. That is what I would like to say. Thank you very much for giving me a patient.